8 പേർ മണ്ണിനടിയിൽ കുടുങ്ങി കിടക്കുന്നുണ്ടെന്നാണ് മന്ത്രി പി കെ ബഷീർ സ്ഥിരീകരിക്കുന്നത്. 2 മരണം ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ മരണം സ്ഥിരീകരിക്കുന്ന പഞ്ചായത്ത് അംഗത്തിന്റെ ബൈറ്റ് കേൾക്കാം. പിന്നെ ഇറ്റാച്ചി ഉൾപ്പെടേണ്ട സംവിധാനങ്ങളെല്ലാം അവിടെ അടിയന്തരം എത്തിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് തന്നെ രക്ഷാപ്രവർത്തനം നടക്കുന്നുണ്ട്. ഇപ്പോൾ നിലവിൽ 4 പേരാണ് കിട്ടിയത്. അതിൽ 2 പേര് മരിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചത്. ആ ഭാഗത്ത് നിന്ന് മരിച്ച ഒരാളെ അവിടെ എസ്റ്റേറ്റ് ഹോസ്പിറ്റലിലേക്ക് മുണ്ടക്കൈ ഭാഗത്തേക്ക് ചുരമല ഭാഗത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഇവിടുന്ന് കിട്ടിയാൽ നമ്മൾ നേരെ കിംസ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഫൈസൽ നെടുമ്പാല വിവരണം വായിച്ചിരുന്നു. ഫൈസൽ, ഇതുവരെയുള്ള എന്താണ്, എത്ര മരണം സ്ഥിരീകരിച്ചു, എത്ര പേർ മണ്ണിനടിയിലുണ്ട്, എന്താണ് ഇപ്പോഴുള്ള വിവരങ്ങൾ? 6 പേരെയാണ് ആകെ പുറത്തെടുത്തത്. 2 മരണം സ്ഥിരീകരിച്ചു എന്നുള്ളതാണ് ചുരമല വാർഡ് മെമ്പർ ഇപ്പോൾ നമ്മോട്. ഇവിടെ നമ്മൾ കാണുന്ന ഭാഗത്തിന്റെ അപ്പുറം സൈഡിൽ നിന്ന ഒരാളാണ്. അയാളെ ചുരമലയുടെ ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു. അവിടെ നിന്ന് ഒരു മരണം സംഭവിച്ചു എന്നുള്ള വിവരം നമുക്ക് ലഭ്യമാകുന്നത് മാത്രമല്ല, ഒരാൾ ഇവിടെ നിന്ന് മേപ്പാടിലെ സ്വകാര്യ മെഡിക്കൽ കോളേജിലേക്കാണ് പ്രവേശിച്ചത്. അവിടെ ഒരാൾ ജീവൻ നഷ്ടമായി എന്നുള്ള ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു വിവരമാണ് നമുക്കിപ്പോൾ ലഭ്യമായിട്ടുള്ളത്. കൂടുതൽ ആളുകൾ ഇതിനടിയിൽ പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും നമുക്ക് വ്യക്തത വന്നിട്ടില്ല. നാട്ടുകാർ പറയുന്നത് പ്രകാരമാണെങ്കിൽ ആളുകൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യത നമ്മൾ തള്ളിക്കളയുന്നില്ല. നേരത്തെ ആദ്യം നമ്മൾ പറഞ്ഞപ്പോൾ അവിടുന്ന് ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന കേന്ദ്രത്തിൽ അവിടെ ആളുകൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് ഇതൊരു ഏറ്റവും അധികം ടൂറിസ്റ്റുകൾ വളരെ എത്തുന്ന ഒരു മേഖലയാണ് ഈ കള്ളാടി പറയുന്ന തൊള്ളായിരം ഉൾപ്പെടെയുള്ള ഭാഗത്തേക്ക് പോകുന്ന ആളുകളൊക്കെ ഈ ഒരു ഭാഗത്തേക്ക് വരാറുണ്ട്. ഇവിടെ നിർത്തി നേരത്തെ കടയുടെ സൂചിപ്പിക്കുന്ന അവിടെയൊക്കെ ചായ കുടിക്കാനൊക്കെ നിർത്തുന്ന ഒരു പ്രദേശം കൂടിയാണ്. പാർക്കിംഗ് ഏരിയ കൂടിയാണ്. പാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ കൂടി. അത് മാത്രമല്ല തുരങ്കപാത പകുതി പ്രദേശം കാണുന്നതിന് വേണ്ടിയിട്ട് ആളുകൾ നേരിട്ടുള്ള ഒരു പ്രദേശമാണ്. അപ്പോൾ അപകടമുണ്ടോ കള്ളാടി തുരങ്കപാതയ്ക്ക് സമീപമുണ്ടായ മണ്ണിടിച്ചിലിൽ 2 മരണമുണ്ടായി എന്നുള്ള വിവരങ്ങൾ കൂടി. ഒപ്പം തന്നെ 8 പേർ മണ്ണിനടിയിലുണ്ടെന്ന് മന്ത്രി പി കെ ബഷീർ അടക്കം പറയുന്നു. അപ്പോൾ ഒരു ദുരന്തത്തിന്റെ വ്യാപ്തിയാണ് ഈ മണിക്കൂറുകളിൽ വ്യക്തമാകുന്നത്. ഇനിയും കൃത്യമായ കണക്കുകൾ ലഭ്യമാകേണ്ടിയിരിക്കുന്നു. പല ഇടങ്ങളിൽ നിന്നുള്ള വിവരങ്ങൾ കൂടിയാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. വിവരങ്ങളൊക്കെ ഏകോപിപ്പിക്കേണ്ടതുണ്ട്. അതിനപ്പുറത്തേക്ക് വലിയ രക്ഷാപ്രവർത്തനത്തിനുള്ള ശ്രമങ്ങൾ കൂടി പ്രദേശത്ത് ഊർജിതമായി നടക്കുന്നു.